ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജൂൺ 1 തുടങ്ങി പകൽ 11 മുതൽ 4 മണി വരെ ഡെലിവറി ബൈക്കുകൾ വഴിയുള്ള സേവനങ്ങൾ കുവൈറ്റ് അധികൃതർ നിരോധിച്ചു. കൊടും വേനൽ ചൂടിൽ നിന്നും ഡെലിവറി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായാണ് നടപടി. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് പകൽ സമയങ്ങളിൽ മോട്ടോർ സൈക്കിളുകളിൽ വഴിയുള്ള ഡെലിവറിക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത്. 2025 ജൂൺ 1 മുതൽ ഓഗസ്റ്റ് അവസാനം വരെ രാവിലെ 11-നും വൈകുന്നേരം 4-നും ഇടയിൽ കുവൈറ്റിലെ എല്ലാ റോഡുകളിലും പ്രദേശങ്ങളിലും ഡെലിവറി മോട്ടോർ ബൈക്കുകൾ പ്രവർത്തിക്കുന്നത് നിരോധിക്കും. വെള്ളിയാഴ്ച മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴിയാണ് തീരുമാനം അറിയിച്ചത്. ജൂൺ 1 മുതൽ UAEയിലെ ചില ബാങ്കുകൾ അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് 5000 ദിർഹമായി ഉയർത്താൻ ഒരുങ്ങുന്നു. അതായത് അക്കൗണ്ടിൽ ചുരുങ്ങിയത് 5000 ദിർഹം ഇല്ലെങ്കിൽ ഉപയോക്താക്കളിൽ നിന്നും ഓരോ മാസവും 25 ദിർഹമോ അതിലധികമോ ഈടാക്കാനാണ് തീരുമാനം. നിലവിൽ മിനിമം ബാലൻസ് പരിധി 3000 ദിർഹമാണ്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 5000 ദിർഹത്തിനും 14,999 ദിർഹത്തിനും ഇടയിൽ ശമ്പളവും ബാങ്ക് സൗകര്യങ്ങളും ഇല്ലാത്തവരും 25 ദിർഹമാണ് ഫീസായി നൽകേണ്ടി വരിക. 5000 ദിർഹത്തിന് താഴെ ശമ്പളം എത്തുന്നവർക്ക് 100 ദിർഹത്തിലധികം നൽകേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. അക്കൗണ്ട് തരം അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങളുണ്ടായേക്കാം. ആഭ്യന്തര അന്തർദേശീയ യാത്രകൾക്കുള്ള വിമാന നിരക്കുകളിൽ വമ്പൻ കിഴിവുമായി എയർ ഇന്ത്യ രംഗത്ത്. സമ്മർ സെയിലിനാണ് ഇന്ത്യയുടെ ദേശീയ എയർലൈനായ എയർ ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നത്. UAEയിൽ നിന്നും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് സുവർണാവസരമാണ് ഇതെന്ന് വിദഗ്ധർ പറയുന്നു. UAEയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റിന് 717 ദിർഹമാണ് നിരക്ക്. ഇന്ത്യയിൽ നിന്നും UAEയിലേക്ക് റിട്ടേൺ ടിക്കറ്റ് 797 ദിർഹം. 2025 സെപ്റ്റംബർ 30 വരെയുള്ള യാത്രകൾക്കാണ് ഈ നിരക്കുകൾ ലഭ്യമാവുക. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുത്ത ദീർഘദൂര റൂട്ടുകളിൽ ഡിസംബർ 10 വരെയുള്ള യാത്രകൾക്ക് ഈ ഓഫർ നീട്ടിയിട്ടുണ്ടെന്നും എയർലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. എങ്കിലും തിരക്ക് കൂടിയ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ യാത്രാ നിരക്കുകൾ കുതിച്ചുയർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മുൻനിര നഗരങ്ങളിലേക്കുള്ള യാത്രാ നിരക്കുകൾ ഇതിനോടകം തന്നെ 30,000 കടന്നു. സൂപ്പർ സെയിലിൽ ആഭ്യന്തര റൂട്ടുകളിലെ ഒരു വശത്തേക്കുള്ള നിരക്കുകൾ 1199 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര റൂട്ടുകളിലെ മടക്ക യാത്രാ നിരക്കുകൾ 11,969 രൂപ മുതലാണ് ആരംഭിക്കുന്നതെന്നും എയർലൈൻ അധികൃതർ അറിയിച്ചു. UAEയിൽ താപനില അനുദിനം കുത്തനെ കൂടുന്നു. അബുദാബിയിലെ അൽ ഷവാ മേഖലയിൽ കഴിഞ്ഞ ദിവസം 50.4 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷത്തെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ദിവസങ്ങളിൽ ഒന്നാണിത്. കലണ്ടർ ഇപ്പോഴും മെയ് മാസമാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും കഠിനമായ ചൂട് ജൂണിന് മുന്നേ തന്നെ എത്തിയിരിക്കുകയാണ്. രാജ്യത്തുടനീളം താമസക്കാർക്ക് വേനൽക്കാലത്തിന്റെ തുടക്കമായാണ് ഈ സമയം അനുഭവപ്പെടുന്നത്. കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ ചൂട് കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് നിലവിൽ ഇന്ത്യൻ മൺസൂൺ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലാണെന്നും ഇത് മേഖലയിൽ ചൂടുള്ളതും വരണ്ടതുമായ ചുടുകാറ്റ് അനുഭവിപ്പിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ അറിയിച്ചു. ഈ കാലാവസ്ഥ താപനില മുകളിലേക്ക് നയിക്കുന്നു. അതേസമയം നേരിയതോ മിതമായതോ ആയ വടക്ക് പടിഞ്ഞാറൻ കാറ്റും ഉണ്ടാക്കും. ഇത് വരും ദിവസങ്ങളിൽ താപനില 47 മുതൽ 49 ഡിഗ്രി സെൽഷ്യസ് വളരെ ഉയർന്ന നിലയിലേക്കെത്തുമെന്നും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ 20 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ചില സ്ഥലങ്ങളിൽ പൊടിക്കാറ്റ് വീശുമെന്നും പ്രതീക്ഷിക്കുന്നു. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സലാല സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ദോഫർ മുനിസിപ്പാലിറ്റി അറിയിച്ചു. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടി. അടുത്ത മാസം 12 വ്യാഴാഴ്ച വരെയാണ് നിയന്ത്രണം. ഈ കാലയളവിൽ പ്രദേശത്ത് താൽക്കാലിക ഗതാഗത വഴി തിരിച്ചുവിടൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ റൗണ്ട് അബൌട്ടിൽ നിന്നും വടക്കോട്ടും കിഴക്ക് ഭാഗത്ത് നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന വാഹനങ്ങൾ അൽഹഫ സ്ട്രീറ്റ് വഴി വടക്കോട്ടും തിരിയണം. എല്ലാ ഡ്രൈവർമാരും ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പകരം വഴികൾ ഉപയോഗിക്കണമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അഭ്യർത്ഥിച്ചു. ഒമാനിൽ ദുൽഹിജ മാസപ്പിറവി ഉറപ്പിക്കുന്നതിന് സുപ്രധാന സമിതി ചൊവ്വാഴ്ച യോഗം ചേരും. ദുൽഹിജ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നുണ്ട്.
മാസപ്പിറവി കാണുന്നവർക്ക് ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ വിവരം അറിയിക്കുന്നതിന് ഒമാൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തെറ്റായ രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത്. മറ്റ് വാഹനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് ഗതാഗത നിയമലംഘനമാണ്. നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ട്രാഫിക് വിഭാഗം ആവശ്യപ്പെട്ടു. പൊതുസ്ഥലങ്ങളിൽ തെറ്റായ പാർക്കിംഗ് ഗതാഗതക്കുരുക്കിനും മറ്റ് വാഹനങ്ങളുടെ എളുപ്പമായ സഞ്ചാരം തടയുന്നതിനും കാരണമാകാറുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു അറിയിപ്പ് അധികൃതർ നൽകിയിരിക്കുന്നത്. ICC ലോകകപ്പ് ക്രിക്കറ്റ് ലീഗ് 2 ഒമാന് തുടർച്ചയായ വിജയം. മഴ തടസ്സപ്പെടുത്തിയ കളിയിൽ കാനഡയ്ക്കെതിരെ DLS നിയമപ്രകാരം 18 റൺസിന്റെ വിജയമാണ് ഒമാൻ സ്വന്തമാക്കിയത്. US-ഉം ഇറാനും തമ്മിൽ ആണവ നിരായുധീകരണം സംബന്ധിച്ച 5ാം ഘട്ട ചർച്ച റോമിൽ പൂർത്തിയായി. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. മസ്കറ്റിലും റോമിലുമായാണ് 4 റൗണ്ട് ചർച്ചകൾ നടന്നത്. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഒമാൻ വ്യക്തമാക്കി. നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വിശ്വാസം പ്രകടിപ്പിച്ചു. നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും അവലോകനം ചെയ്ത ശേഷം അടുത്ത റൗണ്ട് ചർച്ചയുടെ തീയതി തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘകർക്കെതിരെ വ്യാപക പരിശോധനയും കർശന നടപടികളുമായി അധികൃതർ. ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 12,319 ആളുകളെ അറസ്റ്റ് ചെയ്തതായും 7,615 വ്യക്തികളെ നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷനുമായി സഹകരിച്ചായിരുന്നു പരിശോധനകൾ. ഒമാനിലുടനീളം തൊഴിൽ നിയമ നിർവഹണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നതാണിതെന്നും അധികൃതർ പറഞ്ഞു. തൊഴിൽ പരിശോധനകളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന് ചില ചുമതലകൾ തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച ഒമാനി കേഡറുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രത്യേക സുരക്ഷാ സേവനങ്ങൾ നൽകി പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ വിജയകരമായ ദേശീയ മാതൃകയാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷൻ കമ്പനിയെന്ന് CEO വ്യക്തമാക്കി. സൈനിക, ലോജിസ്റ്റിക്സ്, പൊതുഗതാഗത മേഖലയിലേക്ക് ആവശ്യമായ കൂടുതൽ വാഹനങ്ങൾ കെർവ മോട്ടോഴ്സ് പുറത്തിറക്കി. ദുഃഖം ഇക്കോണമിക് സോണിലെ ഫാക്ടറിയിൽ നിന്നാണ് പ്രാദേശിക അന്തർദേശീയ വിപണികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായുള്ള വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. കൂടാതെ സർക്കാരിനും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സേവനം നൽകുന്നതിനാവശ്യമായ വാഹനങ്ങളും കെർവ ഫാക്ടറിയിൽ നിന്നും പുറത്തിറക്കുന്നുണ്ട്. ഈ വർഷം 700-ൽ പരം ഒമാൻ നിർമ്മിത വാഹനങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് കയറ്റി അയക്കുമെന്ന് കെർവ മോട്ടോഴ്സ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു.